ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS ചാനൽ. സോ മക്കളെ, നിങ്ങളുടെ USS പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഇനി ആ ഒരു അടിപൊളിയായിട്ട് തന്നെ പോകണം. നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ? സോ ഇനി നമ്മുടെ പ്രയോറിറ്റി USS നമുക്ക് ക്രാക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ USSന് വേണ്ടിയിട്ടാവണം നമ്മുടെ ടൈം നമ്മൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എക്സ് ആൻഡ് വൈ ലേണിംഗിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കോച്ചിങ് തരുന്നുണ്ട്. ഡെയിലി നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് നമ്മൾ 1 മിനിറ്റ് 1 മാർക്ക് എന്ന രൂപത്തിലുള്ള ഷോർട്സ് ആയിട്ടാണെങ്കിലും ഓരോ ചാപ്റ്റർ വൈസുള്ള വീഡിയോസ് ആയിട്ടാണെങ്കിലും നമ്മൾ ലൈവ്സ് നടക്കുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഫണ്ണായിട്ട് നമ്മൾ പഠിക്കുന്ന നമ്മളെ മെൻറ്റീസും റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ട് അല്ലേ? സോ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമുക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവും. ഇനി അത് മാത്രം പോരാ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. കാരണം നമുക്ക് ഇനി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. സോ എക്സ് ആൻഡ് വൈ ലേണിംഗിൽ വീക്കിലി നിങ്ങൾക്ക് വരുന്ന ഓരോരോ കാര്യങ്ങളെ കുറിച്ചുള്ള പ്ലാൻസും കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യല്. ആൻഡ് അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാംസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എക്സാമിൽ എഴുതുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ എക്സാമിൽ എഴുതണമെങ്കിൽ ആ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തുന്നത്. സോ എക്സ് ആൻഡ് വൈ ലേണിംഗിൽ ഡെയിലി എല്ലാ ഞായറാഴ്ചകളിലും മോക്ക് ടെസ്റ്റ് നടക്കുന്നുണ്ട്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഓൾറെഡി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തവരെല്ലാവരും എക്സാംസ് എഴുതിയിട്ടുണ്ടാവും. ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇതിന് മുമ്പത്തെ എക്സാംസ് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കണ്ട. ആൻഡ് ഈ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്യുക. എക്സാംസ് എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ടൈം വെച്ച് ഈ ഓരോരോ ടോപ്പിക്സും, മാത്തമാറ്റിക്സ് മാത്രമല്ല എല്ലാ ടോപ്പിക്സും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സാർ വന്നിട്ടുള്ളത് സ്പീഡ് മാത്ത്. സോ സ്പീഡ് മാത്ത് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് സ്പീഡായിട്ട് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ ഏത് പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിലും USSന്റെ ലാസ്റ്റ് ഇയേഴ്സിലുള്ള പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടാവുക സ്പീഡ് വെച്ചിട്ടുള്ളതായിരിക്കും. അതായത് ഒരു ട്രെയിനിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്ന് വെച്ചിട്ട് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. സോ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു സ്പീഡ് വെച്ചിട്ടുള്ളത്. കാരണം വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആൻഡ് ആ ഒരു ഐഡിയ കിട്ടിയാൽ, ഈ ഒരു സ്പീഡിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടോപ്പിക്കാണ് സ്പീഡ് മാത്ത്. ഓക്കെ, സ്പീഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ഒരു ചോദ്യം എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. സോ ഇപ്രാവശ്യവും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഒരു പ്രോബ്ലം എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സാറിന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസ് എന്താണ്, ലാസ്റ്റ് ഇയേഴ്സിലായിട്ട് USS എക്സാമിന് വന്ന ചോദ്യങ്ങളാണ്. പിന്നെ നമുക്ക് വരാറുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലാം ഈസി ആയതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മൾ കെയർലെസ് ആയിട്ട് മിസ്റ്റേക്സ് വരാറുണ്ട്. സോ ഈ ഒരു പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സാർ അത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിലോട്ട് പോവാണ്. USS പ്രോബ്ലത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, സ്പീഡ് മാത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, സ്പീഡിനെ കുറിച്ചുള്ള. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കാണാൻ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കാറോ ട്രെയിനോ എന്തോ ആയിക്കോട്ടെ, അത് ഒരു നിശ്ചിത ടൈമിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഓക്കെ, ആ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എത്ര ടൈം ആണോ ആ ടൈം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സ്പീഡ് എന്നുള്ളത് കിട്ടും. സോ S = d/t. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സിംപ്ലിഫൈ ആയിട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് എല്ലാ ടൈമിലും ഈ ഒരു സ്പീഡ് കാണാൻ അവര് വരില്ല. ചില ടൈമിൽ എന്ത് ചെയ്യും, നമുക്ക് സ്പീഡ് തരും, അതുപോലെ ഡിസ്റ്റൻസും തരും. നമുക്ക് ടൈം കാണേണ്ടി വരും. എങ്ങനെ കാണാൻ കഴിയുക, അതിന് ഈ ടൈമിന്റെ വേറെ ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇനി ഏത്, ഇവിടെ ഡിസ്റ്റൻസ് കാണാനാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാം, ടൈം കാണാനാണെങ്കിൽ ടൈം നമുക്ക് കാണാം. എങ്ങനെ കാണാൻ കഴിയുക, ഇപ്പോൾ സാർ പറഞ്ഞു ഇവിടെ നമുക്ക് തന്നത് ഒരു കാര്യത്തിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, അതുപോലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ടൈം കാണണം. ടൈം കാണെങ്കിൽ എന്താ ചെയ്യാൻ കഴിയുക, നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ? നമുക്ക് കാണേണ്ടത് ടൈമാണ്. ടൈം കാണണമെങ്കിൽ ടൈമിന് എന്ത് ചെയ്യുക, ഈക്വൽ ടുൻ്റെ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ സ്പീഡിന് എന്ത് ചെയ്യാം, ഈക്വൽ ടുൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് വരും, ഇക്വേഷൻ എന്നുള്ളത് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്ന് വരും. ക്ലിയർ ആയോ? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയത്. അല്ലാതെ ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ കാണാപ്പാടും എല്ലാ ഇക്വേഷൻസ് പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക, അതിൽ നിന്ന് ബാക്കിയുള്ള ഇക്വേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഓക്കെ, ഇതുപോലെ നമുക്ക് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണേണ്ടതുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ചില സമയത്ത് അങ്ങനെ വരാം, നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിനെ ഈ ഒരു ഈക്വലിൻ്റെ സൈഡിലോട്ട് കൊടുത്താൽ ഡിസ്റ്റൻസ് മാത്രമായി ഓപ്പോസിറ്റ് സൈഡിൽ.
അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക? സ്പീഡ് ഇൻറ്റു ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ആണെന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യം, ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് സ്പീഡോ ടൈമോ ഡിസ്റ്റൻസോ കാണാൻ കഴിയും. ഇനി രണ്ടാമത് നമ്മൾ അറിയേണ്ട കാര്യം നമ്മൾ യൂണിറ്റ് കൺവേർഷനാണ്. ഓക്കെ, വളരെ പല ആളുകൾക്കും മിസ്റ്റേക്ക് വരുന്ന കാര്യമാണ്. ക്വസ്റ്റ്യനിൽ ഒരു യൂണിറ്റ് തന്നിട്ടുണ്ടാവും, അതൊന്നും നമ്മൾ നോക്കില്ല. അത് നോക്കാതെ നമ്മൾ ആൻസർ ചെയ്യും, ആൻസർ റോങ് ആയി പോകും. ഓക്കെ, അതായത് നമ്മൾ യൂഷ്വലി കിലോമീറ്റർ പെർ ഹവറിലും അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലുമാണ് നമ്മൾ യൂഷ്വലി സ്പീഡ് പറയാറ്. ഓക്കെ, ആൻഡ് കിലോമീറ്റർ പെർ ഹവറിലാണ് നമ്മൾ സ്പീഡ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ, ചില സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടാവും. ചില സമയത്ത് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും, ഇവിടെ ആൻസർ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. സോ ആ ഒരു ടൈമിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് മീറ്റർ പെർ സെക്കൻഡ് ആണ് കിലോമീറ്റർ പെർ ഹവറിനേക്കാളും ഒരുപാട് കൂടുതൽ ഉള്ളത്. ഓക്കെ, കൂടുതൽ മീൻസ് ഒരു മീറ്ററിൽ ഇത്ര സെക്കൻഡിൽ ഒരുപാട് മീറ്റർ പോകുക പറഞ്ഞാൽ അത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അതുപോലെയല്ല ഒരു ഹവറിൻ്റെ ഉള്ളിൽ ഇത്ര കിലോമീറ്റർ പോകുന്നുണ്ട്. സോ കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നേരെ തിരിച്ച് 18/5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 18/5 കൊണ്ടാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയുകയാണെങ്കിൽ, ഒന്ന് സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈമും, ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? 5/18 ആണ്. അത് മനസ്സിലാക്കിയ പിന്നെ മീറ്റർ പെർ സെക്കൻഡിൽ കിലോമീറ്റർ പെർ ഹവറിലോട്ട് എന്തായിരിക്കും? ആ 5/18 നേരെ തിരിച്ചില്ല, 18/5 ആയിരിക്കും. ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ അല്ലേ? നമുക്ക് എന്തായാലും പ്രോബ്ലംസ് ചെയ്യല്ലേ? യെസ്, ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് USS 2024, അതായത് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം വായിച്ചു നോക്കല്ലേ? ചോദ്യം എന്താ പറഞ്ഞത്? എ 150 മീറ്റർ ലോങ് ട്രെയിൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 90 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് ആണ് തന്നുള്ളത്, ഒരു ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്, അത് പോകുന്ന സ്പീഡും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ട എന്താണ്? അത് എടുക്കുന്ന ടൈമാണ്. ഒരു വെർട്ടിക്കൽ പോൾ ഒരു എന്താ പറയുക, ഒരു കമ്പിയോ എന്തെങ്കിലും, ആ ഒരു കമ്പിയെ ഈ ഒരു ട്രെയിൻ മൊത്തമായിട്ട് അങ്ങോട്ട് എന്താ പോവാൻ, അത് കവർ ചെയ്ത് പോവാൻ എത്ര ടൈം എടുക്കും? അതായത് ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ടൈം കണ്ടാൽ മതി അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? നമുക്കിവിടെ നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അല്ലേ? നമുക്ക് കാണേണ്ടത് ഇവിടെ എന്താണ്? ടൈമാണ്. സോ ടൈം ഈക്വൽ ടു എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ആണല്ലോ, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ? കാരണം ഇവിടെ അങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു പോൾ ഇവിടെ നിൽക്കുകയാണ്, നമ്മളെ ട്രെയിൻ ഇങ്ങനെ, ഇവിടെയാണ് ട്രെയിൻ ഉള്ളത്. ഓക്കെ, ട്രെയിൻ ഉള്ളത്, ഈ ഒരു ട്രെയിന്, ഈ ഒരു പോളിനെ നമുക്ക് പോൾ എന്ത് ചെയ്യാം? ഇവിടെ ഡ്രോ ചെയ്യാം. ഈ ഒരു പോളിനെ കവർ ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ എന്താവണം? അത് ആ പോൾ ഇവിടെയും ആ ട്രെയിൻ മൊത്തമായിട്ട് ഇങ്ങോട്ട് പുറത്ത് കയറ്റണം അല്ലേ? ഈ രൂപത്തിൽ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഫിഗറിലുള്ള എന്താണ്? ഇവിടെ പോൾ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ട്രെയിനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് കേട്ടോ ഇവിടെ സീർ ഇങ്ങനെ വരച്ചത്. സോ ഈ ഒരു ട്രെയിൻ എന്ത് ചെയ്യണം? ഇത് മൊത്തമായിട്ടാണ് കവർ ചെയ്ത് പോകണം ഈ ഒരു പോളിനെ. അതായത് ഈ രൂപത്തിലായിട്ട് മാറണം. ഈ രൂപത്തിലായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? ഈ ഒരു ട്രെയിൻ കവർ ചെയ്ത് പോകണം അല്ലേ? സോ ആ ഒരു ട്രെയിനിൻ്റെ വലിപ്പം എത്രയാണോ, ലെങ്ത് എത്രയാണോ, അതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. സോ ഡിസ്റ്റൻസ് നമ്മളിവിടെ പെട്ടെന്ന് ചെയ്യുന്ന ഇനി ഒരു മിസ്റ്റേക്ക് വരുന്ന കണ്ടോളൂ. ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു എത്രയാണ്? 150 മീറ്റർ ആണ്. 150 ഡിവൈഡഡ് ബൈ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട് 90 ആണ്. നമ്മൾ ഈ രൂപത്തിലാണ് ചെയ്യും. എന്താവും? 0 കട്ട് ചെയ്തു, 15/9 ആണ്. ഓക്കെ, സോ 1/2/3 മിനിറ്റ്സെന്നോ സെക്കൻഡ്സെന്നോ ഉള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്ത് പോകും. ബട്ട് ഇവിടെ ആൻസർ റോങ് ആയി. എന്തുകൊണ്ടാണ് ആൻസർ റോങ് ആയത്? ഇവിടെ 150 മീറ്റർ ആണ് അല്ലേ? അത് മീറ്ററിലും ഇവിടെ തന്നുള്ളതോ കിലോമീറ്റർ പെർ ഹവറിലും. രണ്ടും സെയിം യൂണിറ്റ് ആണോ? അല്ല, ഒന്ന് മീറ്ററിലാണ്, ഒന്ന് കിലോമീറ്റർ പെർ ഹവറിലാണ്. സോ ഇതെന്താവും? റോങ് ആയി. ഇവിടെ നമ്മൾ ചെയ്ത കാര്യം കറക്റ്റ് അല്ല, കാരണം രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം ആവണം അല്ലേ? സോ യൂണിറ്റ് സെയിം ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്പീഡ് എന്നുള്ളത് കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ടൈമിന് എന്ത് ചെയ്യുക? ടൈം എവിടെ, അല്ലെങ്കിൽ സ്പീഡിനെ ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഡിസ്റ്റൻസിന് കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ? മീറ്ററിന് കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. ബട്ട് ഇവിടെ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഓപ്ഷൻസിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത്. ഓപ്ഷൻസിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സെക്കൻഡ്സ്, മിനിറ്റ്സ്. സോ ഒന്നും ഹവറിലല്ല തന്നുള്ളത്. സോ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യലാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഓപ്ഷൻസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിലോട്ടാണോ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവറിലാണോ നമുക്ക് ആൻസർ കാണേണ്ടതുള്ളത്. സോ എന്ത് ചെയ്യുക?
ഇവിടെ സ്പീഡിനെ നമ്മൾ ആദ്യം കിലോമീറ്റർ പെർ അവർ 90 കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും 19 ഇൻറ്റു 5/18 അല്ലേ 19 ഇൻറ്റു 5/18 90 ഇൻറ്റു 5/18 18നെയും 90യെയും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 9 കൊണ്ട് കട്ട് ചെയ്യാം. 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്താവും 2 9 18 ആവും. ഇവിടെ 10 ആവും. പിന്നെ 2 10ൽ 5 ടൈംസ് ഇവിടെ 2ൽ 1 ടൈം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 18 ഇൻറ്റു 5 ചെയ്താൽ എന്താണ് 90 ആണ്. ഓക്കെ, സോ എങ്ങനെ ആയാലും നമുക്ക് ആൻസർ കിട്ടുക 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഉള്ളത്. ഇനി എന്ത് ചെയ്യാം നമുക്ക് ആൻസർ കാണാം. കാരണം നമുക്ക് കാണുന്നത് ടൈമാണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ ഡിസ്റ്റൻസ് എത്രയാണ് 150 മീറ്റർ അല്ലേ, ഡിവൈഡ് ബൈ ടൈം സ്പീഡ് എത്രയാണ് 25. 150 ഡിവൈഡ് ബൈ 25. 25 150ൽ എത്ര വട്ടം ഉണ്ട് നോക്കുക. സോ 25 100ൽ എത്ര 4 വട്ടം വരും അല്ലേ, കാരണം 25 50 75 100 ടോട്ടൽ 100ൽ 4 ടൈംസ് ആണ്. അപ്പോൾ 50ൽ എത്ര വട്ടമായിരിക്കും 2 വട്ടം. സോ 150ൽ എത്ര വട്ടമായിരിക്കും 4 + 2 6 ടൈംസ് വരും. സോ 6 സെക്കൻഡ്സിൽ ഇവിടെ 6 മിനിറ്റ് ആണോ അല്ല, മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ ടോട്ടൽ 6 സെക്കൻഡ്സിലാണ് എന്ത് വരിക നമ്മുടെ ഈ ഒരു ട്രെയിൻ ഈ ഒരു പോളിനെ കവർ ചെയ്ത് പോവുക. സോ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആയല്ലോ. ഇതിൽ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകളും ചെയ്യും, പെട്ടെന്ന് ആൻസർ ചെയ്യും, ബട്ട് ചില ടൈമിൽ 1 2/3 സെക്കൻഡ്സോ അല്ലെങ്കിൽ 1 2/3 മിനിറ്റ് ചെയ്യും അറിയാം, അല്ലെങ്കിൽ 6 ആൻസർ കിട്ടിയിട്ടുണ്ടോ അതറിയാം 6 മിനിറ്റ് എന്നുള്ള ആൻസർ ഉണ്ടോ. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സർ പറഞ്ഞത് കെയർലെസ് ആയിട്ട് മിസ്റ്റേക്ക് വരാന്നുള്ളത്. ഇത് ചെയ്യുന്ന എല്ലാവർക്കും എന്തായിരിക്കും എൻ്റെ ആൻസർ കറക്റ്റായി എന്നുള്ള രൂപത്തിലായിരിക്കും അല്ലേ, കാരണം ചെയ്യുമ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ കാരണം ഓപ്ഷൻസിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത് നമ്മൾ എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ഇവിടെ യൂണിറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ. ഇത് 2024 ചോദിച്ച ചോദ്യമാണ്. നമ്മൾ ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിലോട്ട് പോവാണ്. സോ 2019 ചോദിച്ച ചോദ്യം, 2019 നമ്മൾ US എക്സാമിന് വന്ന ചോദ്യമാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്, എ സ്വിമ്മർ ക്രോസസ് എ റിവർ ഓഫ് വിഡ്ത്ത് 400 മീറ്റർ ഇൻ 5 മിനിറ്റ്. ഓക്കെ, ഒരു റിവർ ഉണ്ട്, ആ റിവറിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി തന്നിട്ടുണ്ട്. വീതി എത്രയാണ് 400 മീറ്റർ ആണ്. ഇവിടെയുള്ള വീതി പറഞ്ഞാൽ 400 മീറ്റർ ആണ്. അതായത് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദൂരം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് എത്ര മിനിറ്റിലാണ് 5 മിനിറ്റ്സിൽ. സോ ടൈം തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ് 400 മീറ്റർ. ടൈം എത്രയാണ്, ടൈം ഈക്വൽ ടു 5 മിനിറ്റ്സ്. ഓക്കെ, 5 മിനിറ്റ്സ്. ഇനി നമുക്ക് കാണേണ്ടത് സ്പീഡാണ്. സോ നമുക്കറിയാം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി. ബട്ട് ഒരു കാര്യമുള്ളത് ഇവിടെയും എന്താണ്, യൂണിറ്റ് ആണ് വിഷയം. ഇത് 400 മീറ്റർ ആണ് അല്ലേ. ടൈം നമുക്ക് യൂഷ്വലി നമ്മൾ സ്പീഡ് ഒന്നെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലാണ് പറയുക, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിലാണ്. ഇവിടെ മീറ്ററിലാണ് ഡിസ്റ്റൻസ് എന്നുള്ളത്. ബട്ട് ടൈം ഡിസ്റ്റൻസിൽ മീറ്ററിലാണോ സോറി സെക്കൻഡ്സിലാണോ അല്ല, അത് മിനിറ്റിലാണ്. സോ അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 60 ചെയ്താൽ മതി അല്ലേ, ഇൻറ്റു 60 ചെയ്താൽ മതി. സോ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളത് ഡിസ്റ്റൻസ് എത്രയാണ് 400, ടൈം എത്രയാണ് 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 60 സെക്കൻഡ്സ് ആണ് അല്ലേ. 5 ഇൻറ്റു 60 എത്രയാണ് ചെയ്യുക അതിൻ്റെ വാല്യൂ. ഇവിടെ സർ എന്തൊക്കെ ഉണ്ട്, ഇവിടെ 5 ഇൻറ്റു 60 ഞാൻ ആൻസർ ചെയ്തോ ഇല്ല. കാരണം എന്താ, നമുക്ക് എന്തായാലും ഇവിടെ എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു പ്രോബ്ലത്തിന് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 60 ചെയ്ത് പിന്നെ നമ്മൾ പിന്നെയും ചെയ്ത് അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം കളയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എന്ത് ചെയ്യാം, 6ന് 0 0 കട്ട് ചെയ്യാം. ഇനി 40ഉം 5ഉം 6ഉം ഇവിടെ എന്ത് ചെയ്യാം ഒഴിവാക്കാം. ബട്ട് അതും ചെയ്യണ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഇക്വേഷൻ എന്തിലായിരിക്കും, മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും അല്ലേ. അതിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5/18 കൊണ്ടാണ്. ഞാൻ അതും ഇവിടെ നേരെ എഴുതാണ്. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യാൻ പോവാണ്. കാരണം എന്താണ്, ഇവിടെ സോറി മീറ്റർ പെർ സെക്കൻഡിലെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 18/5 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, മാറരുത് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡിലെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 18/5 ആണ്. സോ 18/5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ കാൽക്കുലേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയാണ് സർ ചെയ്യാൻ പോകുന്നത്. കാരണം അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് പല ടൈം പോകും. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഇനി കാൽക്കുലേഷൻസ് കുറച്ചുകൂടി ഈസി ആവും. നമുക്ക് നോക്കാം ഈസി ആവുന്നുണ്ടോ ഇല്ലെന്ന്. ഇവിടെ 0 0 കട്ട് ചെയ്തു അല്ലേ, 0 0 കട്ട് ചെയ്തു. അതിന് അടുത്തത് 6ഉം 18ഉം കട്ട് ചെയ്തു. ഇവിടെ 6 ഇൻറ്റു 3 ആണ് 18 അല്ലേ, 6 ഇൻറ്റു 3 ആണ് 18. ഇനി 5ഉം 14 ഇവിടെ കട്ട് ചെയ്തു. ഇവിടെ 5ൽ 1 ടൈം, 40ൽ എത്ര ടൈംസാ 8 ടൈംസ് ആണല്ലോ. ഇപ്പോൾ നമ്മളെ ബാലൻസ് എന്തൊക്കെയാണ് ഉള്ളത്, ഇവിടെ ബാലൻസ് ആകെ ഉള്ളത് 8 ഇൻറ്റു
3/5 കണ്ടോ? നമുക്കൊന്നും കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അതുവരെ, ഫുൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞു. സോ 8 × 3/5 എന്ന് പറഞ്ഞാൽ 24/5. 24/5 ചെയ്താൽ 24 എത്ര ടൈംസ് ഉള്ളത്? 4 × 5 = 20 അല്ലേ? 4 × 5 = 20. സോ ദിസ് ഈസ് ഈക്വൽ ടു 24/5 എന്ന് പറഞ്ഞാൽ 4 പോയിന്റ് സംതിങ് ആണ് ആൻസർ വരിക അല്ലേ? കാരണം 5 × 4 20 ആണ്, പിന്നെ പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് ഉള്ള രീതിയിൽ നമുക്ക് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ 4.8. 4.8 ആൻസർ കിട്ടുക, കാരണം 5 × 4 20, പിന്നെ 4 ബാലൻസ് വന്നു. സോ അത് 40 8 ടൈംസ് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ബട്ട് ഈ ഒരു 4 കിട്ടിയാലേ നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും, കാരണം ആ ഒരു 4 പോയിന്റ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ 4.8 km/h ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആയോ എങ്ങനെ ചെയ്യാന്നുള്ളത്? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മളെ ടൈം നമുക്ക് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യാൻ പറ്റണം. ഈ രൂപത്തിൽ ഇവിടെ വെറുതെ നമ്മൾ കാൽക്കുലേഷൻസിൽ ഒരുപാട് ടൈം നമ്മൾ ഒഴിവാക്കി നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. സോ ഈ രൂപത്തിൽ തന്നെ ചെയ്യാം. ആൻഡ് നമ്മൾ ഇവിടെ ഈ ഒരു ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് സാർ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത്. ആൻഡ് അത് മാത്രമല്ല, നമ്മളെ വീക്കിലി വരുന്ന മോക്ക് ടെസ്റ്റും എല്ലാവരും എഴുതുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഓൾ.